ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായൽ കടലുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് കരകളിലുമായി രണ്ട് ഹാർബറുകളുണ്ട്. ഒന്ന് ശക്തികുളങ്ങര ഹാർബർ, രണ്ടാമത്തേത് നീണ്ടകര ഹാർബർ. ഈ കായലിൻ്റെ ഇരു കരകളിലുമായി നിൽക്കുന്ന ഈ രണ്ട് ഹാർബറിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് 2024 ആഗസ്റ്റ് 1 ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിൽ പോയ ദിവസം. 1-ാം തീയതി പുലർച്ചെ 12 മണിക്ക് ശേഷം കടലിൽ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്ന ബോട്ടാണിത് കേട്ടോ. ബോട്ടിന് കിട്ടിയ ചെമ്മീനാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ബോട്ട് ഇപ്പോൾ അടുത്തിരിക്കുന്നത് തെക്കേക്കര ഹാർബറിലാണ്, അതായത് ശക്തികുളങ്ങര ഹാർബറിൽ. ഈ ചേച്ചിമാരിരുന്ന് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ചെമ്മീൻ്റെ കൂടെ ഒറ്റ മീനുകളും വരും. ആ മീനെയൊക്കെ പെറുക്കി മാറ്റി ചെമ്മീൻ മാത്രമാക്കുവാണ്. കമ്പനിക്കാർ അങ്ങനെ ആയാലേ എടുക്കത്തുള്ളൂ. ആ രീതിയിലാണ് ഇവിടുത്തെ കച്ചവടം. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെമ്മീനെല്ലാം ലേലം ചെയ്തതിന് ശേഷം കമ്പനിക്കാർ ഇതുപോലുള്ള ബോക്സുകളിലാക്കി ഐസ് ചെയ്ത് ഇതുപോലുള്ള ഇൻസേറ്റ് വാനുകളിലായി കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ രീതി. ഇതുവരെ നമ്മൾ കണ്ടത് ശക്തികുളങ്ങര ഹാർബറിലെ കാഴ്ചയാണ്. ഇനി നമുക്ക് നീണ്ടകരയ്ക്ക് പോവാം. നീണ്ടകര പാലമാണ് ഈ കാണുന്നത്. NH66 വർക്ക് നടക്കുന്ന കാഴ്ചയാണ്. സമാന്തര പാലത്തിൻ്റെ പണിയാണ് നടക്കുന്നത്. ഈ പാലം കയറി ഇറങ്ങുന്നത് നീണ്ടകരയാണ്. 6 വരി പാതയ്ക്കുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണമാണ് കാണുന്നത്. അതിൻ്റെ അടുത്തുകൂടെ ഒരു ബോട്ടും പോകുന്നത് കാണാം. നമ്മളിപ്പോൾ നീണ്ടകര ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സ്യം വിൽക്കുന്ന ഒരു ഹാർബറാണ് നീണ്ടകര ഹാർബർ. ഇവിടെ വന്നാൽ വള്ളക്കാരുടെ മീനും കിട്ടും, ബോട്ടുകാരുടെ മീനും കിട്ടും. ഇപ്പോൾ കാണുന്നത് വള്ളത്തിൻ്റെ മീനാണ് കേട്ടോ. ഇത്രയും കിളിമീൻ 4100 രൂപയ്ക്കാണ് അവിടെ കച്ചവടം ചെയ്തത്. അതുകൂടാതെ വള്ളത്തിനുള്ള അയിലയും വറ്റയും കൂടെ മിക്സ്, അതാണ് ഇപ്പോൾ കോരിക്കെടുക്കുന്നത്. അയിലയും വറ്റയും മിക്സായിട്ടാണ് വള്ളക്കാർക്ക് കിട്ടിയത്. ഇന്ന് ആ ചേച്ചിമാരെല്ലാം കൂടെ ഇന്ന് തിരിയുവാണ്. അയില വേറെ വറ്റ വേറെ ആയിട്ട് തരംതിരിക്കുകയാണ്. അയിലയും വറ്റയും കൂടെ 70 രൂപയ്ക്കാണ് ഇന്ന് പോയത്. അയില മാത്രം 90 രൂപ വിലയായിരുന്നു ഇന്ന്. മത്സ്യക്കച്ചവടക്കാർ ഇതുപോലെ തൂക്കിയെടുത്ത് ബോക്സിനകത്താക്കി പല മാർക്കറ്റിലായിട്ട് കയറ്റി അയക്കും. അതാണ് ഇവിടുത്തെ രീതി.
നീണ്ടകര ഹാർബറിൽ വന്നാൽ മത്സ്യം മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള നല്ല ഭക്ഷണവും കിട്ടും. ഞാനിപ്പോൾ ഒരു കടയിൽ കയറി അപ്പവും ചൂരയുടെ തലയും കഴിച്ചു. 3 അപ്പവും ഈ തലക്കറിക്കും കൂടി എനിക്ക് വെറും 70 രൂപയേ ആയുള്ളൂ. ഇതുപോലെ തന്നെ പല മത്സ്യങ്ങളും ഹാർബർ ആയതുകൊണ്ട് ഇവിടെ കിട്ടും. കൂടുതലും മത്സ്യം വാങ്ങാൻ വരുന്നവരാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതുള്ളവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും ഇവിടെ എത്തിച്ചേരുന്നതാണ്. നിങ്ങളും നീണ്ടകര ഹാർബർ കാണാൻ വരിക, മീൻ കാണുകയും ചെയ്യാം, മീൻ ഭക്ഷിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും.